നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ കൊണ്ടൊരു സ്ഥലത്തേക്ക് പോവാം. ഒരു യാത്ര പോവാം. ആ യാത്രക്കകത്തുനിന്ന് ഒരു 2 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ മിസ്സായിപ്പോയി, നിങ്ങൾ അറിയാതെ മിസ്സായിപ്പോയി. അത് പോയി. അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 2 ലക്ഷം രൂപ പോയിന്ന്. അപ്പോൾ ബാക്കിയുള്ള 8 ലക്ഷം രൂപയുടെ നിങ്ങൾ അവിടെ കളയുമോ, അതോ ആ യാത്ര പിന്നെ തുടരുമോ? ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ 8 ലക്ഷം രൂപ കൊണ്ട് പിന്നെയും യാത്ര തുടങ്ങും. ബാക്കി കുറച്ചുകൂടെ സൂക്ഷിച്ചു വെക്കുക. 8 ലക്ഷം രൂപ കുറച്ചുകൂടെ ടൈറ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് സൂക്ഷിച്ചു വെക്കും, അല്ലയോ? അതേപോലെ തന്നെയാണോ മെമ്മറീസും നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറേ പന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ ആ 10 ലക്ഷം രൂപയ്ക്കകത്ത് 2 ലക്ഷം രൂപ, പന്ന 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അത് നമുക്കുള്ളതല്ലായിരുന്നു, അത് പോയി കഴിഞ്ഞു. ഇനി ആ 8 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്, അത് നമ്മളെ സെക്യൂർഡായിട്ട് ജീവിക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിത യാത്രയിൽ അങ്ങനെ കുറേ മെമ്മറീസ് വരുന്നത്. അതിനകത്ത് ഈ 2 ലക്ഷം രൂപ പോയെങ്കിൽ ബാക്കി 8 ലക്ഷം രൂപയുടെ മെമ്മറീസ് നമ്മുടെ കയ്യിലുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഇനി മുമ്പോട്ട് ജീവിക്കാനുള്ള സോഴ്സ് എല്ലാം ഉണ്ട്. അതിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്.